കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഇന്നിപ്പോൾ ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുകളുണ്ടായിരുന്നു. എന്നാലും നമുക്ക് തൊഴാൻ പോണ്ടേ. ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഭഗവാന്റെ ഏത് രൂപത്തിലാണ് ഇന്ന് അലങ്കരിച്ച് നിൽക്കുന്നത് അറിയില്ലല്ലോ. കളഭാലങ്കാരത്തിൽ ഏത് രൂപത്തിലാണ് വന്നിരിക്കുന്നത് എന്നറിയില്ല. അപ്പോൾ അത് കാണാനുള്ള ആകാംക്ഷയായിട്ട് നമുക്കിങ്ങനെ പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് ആലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് നമ്മളിങ്ങനെ വരുമ്പോൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിലെത്താം. അങ്ങനെ വന്ന് ആ ഗണേശനെ ഒന്ന് കണ്ട് തൊഴാം. 4 ഭാഗത്തുനിന്ന് നമുക്ക് സുഖമായിട്ട് ദർശനമാണ്. അവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കാം. വളരെ സൗകര്യമായിട്ടുള്ള തിരക്കൊന്നും ഉണ്ടാവില്ല. വളരെ സുഖമായിട്ടുള്ള ദർശനമാണ് അത്തിമര ഗണപതിയെ. അത് കണ്ട് നമ്മൾ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അകത്തേക്ക് അങ്ങനെ വരുമ്പോൾ ആ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ മുന്നിലുള്ള വലിയ ബലിക്കല്ല് കാണാം. ബലിക്കല്ലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കവാടം പോലെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, സ്വർണം പൂശിയിട്ട്, സ്വർണം കെട്ടിച്ച്. അപ്പോൾ അതൊക്കെ കണ്ട് അതിൻ്റെ നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ ഒന്ന് കണ്ട് തൊഴുത് വാതിൽപ്പടി കയറാം. വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ ഭാഗത്തേക്ക് നോക്കുക. അവിടെ ഇങ്ങനെ കിടാവിളക്ക് ഇരുന്ന് കത്തുന്ന് കാണാം, ഒരു ചില്ലിൻ്റെ കൂട്ടിൽ. അപ്പോൾ അതവിടെയാണ് മേൽപ്പത്തൂർ തിരുമേനി ഇരുന്ന് നാരായണീയം ഒക്കെ പകർന്നു കൊടുത്തത്. അതുപോലെ വലത്തെ സൈഡിലുള്ള ആദ്യത്തെ തൂണ് അദ്ദേഹത്തിന് ആ ഒരു നരസിംഹാവതാരം ദർശനം നൽകിയത് ആ തൂണിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയും തൊഴുത് നമ്മളിങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ വളരെ പ്രകാശമയമായ കാഴ്ചയാണ്. ആകെ ഇങ്ങനെ തിളങ്ങാണ്, സ്വർണത്തിൻ്റെ തിളക്കങ്ങനെ. ആ സ്വർണ്ണ വിളക്കിൽ നെയ്ദീപം കത്തുന്നത്, വെള്ളി വിളക്കിൽ നെയ്ദീപം കത്തുന്നതൊക്കെ ആയിട്ട് ഇങ്ങനെ കാണണം. പിന്നെ ഭഗവാന്റെ മേലുള്ള ആ സ്വർണ്ണങ്ങളിങ്ങനെ കാണുക, അതൊക്കെ ഇങ്ങനെ തിളങ്ങി നമ്മളുടെ നയനത്തിലേക്ക് അതിങ്ങനെ വരികയാണ്. അപ്പോൾ അത് വലിയ കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ആദ്യം തന്നെ കാണുന്ന ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽവളകൾ ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ മുകളിലിങ്ങനെ പട്ടുകോണൊക്കെ കൊടുത്തിട്ട്, പിന്നെ അതെല്ലാം ഒരു സ്വർണത്തിൻ്റെ ഊഞ്ഞാലാണ് കേട്ടോ. ആ ഊഞ്ഞാലിൻ്റെ മുകളിലിരിക്കുകയാണ് നമ്മുടെ പൊന്നുണ്ണി, ഊഞ്ഞാലാടുകയാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ കൈവളകൾ കാണാണ്ട് 2 കൈയും ഇങ്ങനെ ആ ഊഞ്ഞാലിൻ്റെ വള്ളിയിൽ പിടിച്ചിട്ടുണ്ട്. തൻ്റെ പൊന്നോടക്കുഴൽ ഇങ്ങനെ അരയിൽ തിരികെ വെച്ചിട്ടുണ്ട്. അതേപോലെ കഴുത്തിലൊരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു മുട്ടുമാല, ഒക്കെ സ്വർണം തന്നെയാണ്. അപ്പോൾ ആ സ്വർണത്തിൻ്റെ തിളക്കാണ് ഈ കാണുന്നത്. ആ ചന്ദനവും ആ കളബും ഒക്കെ അങ്ങനെ മഞ്ഞ കളറും ആയിട്ട് വരുമ്പോൾ എന്ത് രസമാണെന്നറിയോ. അങ്ങനെ പ്രതിഫലിക്കുകയാണ്. നമ്മളവിടെ ഇങ്ങനെ ചെല്ലുമ്പോൾ തന്നെ നല്ല പ്രതിഫലനമാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ തിരുമുടിമാല കെട്ടിയിട്ടുണ്ട്. പീലി തിരുമുടി കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്, 2-3 പീലി ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ എങ്ങനെ വെച്ചാൽ വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ള ഒരു തിരുമുടിമാല, വെളുത്ത പൂവും തുളസിയായിട്ടുള്ള ഒരു തിരുമുടിമാല, അങ്ങനെ 2 തിരുമുടിമാലകൾ. അതേപോലെ തന്നെ വലിയ ഉണ്ടമാലകൾ, അതെങ്ങനെ വെച്ചാൽ തെച്ചി, തുളസി, വെളുത്ത പൂവ്, താമര എല്ലാം കൂടി ഇങ്ങനെ ഒരേപോലെ ചാർത്തിയിട്ടാണ്. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ്. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ പൊന്നുണ്ണിയുടെ മുഖത്ത് തന്നെ എന്തൊരു പുഞ്ചിരിയാണെന്നറിയോ. നമ്മളെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുക. ഞാൻ ഊഞ്ഞാലാടാണ്, വന്നോളൂ കേട്ടോ, എനിക്ക് ഊഞ്ഞാലാടാനൊക്കെ വയ്ക്കും, എനിക്ക് അതൊരു പേടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ നന്നായിട്ട് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ പിടിച്ച് വെച്ചതാണോ എന്നറിയില്ല, കയറ്റി വെച്ചതാണെന്ന് തോന്നുന്നു. ചെറിയ ഉണ്ണിയാണ്. അപ്പോൾ എന്തായാലും ഊഞ്ഞാലാടാണ്. അപ്പോൾ അത് നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണ് ഭഗവാനെ. അങ്ങനെ സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അവിടെ എത്തി. ആ മനസ്സാവുന്ന ആ അതിലേക്ക് ശ്രീകോവിലിനെ അങ്ങോട്ട് എത്തുക. അപ്പോൾ അവിടെ നമുക്ക് ഗുരുവായൂരപ്പ ദർശനം, ആ പൊന്നുണ്ണിയുടെ ദർശനം നമുക്ക് സിദ്ധിക്കും. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സ് അവിടെ എത്തിയിട്ട് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വന്ന് ഗുരുവായൂരപ്പനെ കാണുന്ന പോലെ സങ്കല്പിക്കുക. അപ്പോൾ ആ ഒരു ദർശനം നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ആ സോപാനപ്പടിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നങ്ങനെ വിചാരിക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ
അതിനൊക്കെ കാര്യസാധ്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ അഗ്നികോണിലേക്കൊന്ന് നോക്കിയിട്ട് തൊഴാം. അതേപോലെ ആ തിടപ്പള്ളി നോക്കി തൊഴുതാം. പിന്നീട് നമ്മൾ ചുമരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വരാം. അങ്ങനെ വന്ന് ഗണേശൻ്റെ അടുത്ത് വരിക. ഗണേശൻ്റെ അടുത്ത് വരുമ്പോഴും നന്നായിട്ടുള്ള അലങ്കാരങ്ങളാണ്. അവിടെയൊക്കെ കുറച്ച് തിരക്കുണ്ട്, എന്നാലും അതിലൂടെ അങ്ങനെ പോവാം. അവിടെ എന്താ വെച്ചാൽ നന്നായിട്ട് ആ മുഖത്തൊക്കെ ഇങ്ങനെ ചന്ദനം അങ്ങനെ ചാർത്തി കളപ്പൊക്കെ ചാർത്തിയിട്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. കൊമ്പ്, തുമ്പിക്കയ്യ് അങ്ങനെ അതൊക്കെ ഇങ്ങനെ വേറിട്ട് കാണാനുണ്ട്. അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരം. അപ്പോൾ നമുക്ക് ഗണേശനെ പ്രാർത്ഥിക്കാം കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി അറയിൽ ഇപ്പോൾ ആ പുതിയ ഫോട്ടോ ആണ്. അപ്പോൾ അത് കണ്ട് തൊഴാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ ആ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. ആ വരാഹത്തിൻ്റെ ഒരു സൈഡിലേക്ക് നോക്കിയാൽ ആ കുറൂരമ്മേനെയും ഉണ്ണിക്കണ്ണനെയൊക്കെ കാണാം. പിന്നെ മേൽശാന്തിരി അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞാൽ നമ്മൾ വാമനമൂർത്തിയെയും അതേപോലെ ആ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ടിങ്ങനെ വരാം. അങ്ങനെ വന്ന് അനന്തപത്മനാഭസ്വാമിയുടെ അടുത്ത് വരിക. അനന്തപത്മനാഭസ്വാമീനെ കാണാൻ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. നിറയെ അലങ്കാരമായിട്ടുണ്ട്. പൂക്കൾ നിറയെ താമര ഉണ്ട്. അതേപോലെ തുളസിപ്പൂക്കളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് മാലകളുണ്ട്. അപ്പോൾ അവിടെയും പ്രാർത്ഥിക്കുക. ആ കാൽക്കൽ വന്ന് പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ നേരെ ആ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടുന്ന് അങ്ങനെ വന്ന് ദശാവതാര വിഗ്രഹങ്ങളൊക്കെ ബാക്കിയൊക്കെ കാണുക. പിന്നെ കൃഷ്ണനെയും കാണാം, അതേപോലെ മുരുകനെ കാണാം. ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്നിപ്പോൾ കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ കേട്ടോ. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് അവിടുന്ന് ഇങ്ങനെ നമ്മൾ പോരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും അതേപോലെ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് അവിടുന്ന് ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിന് ശേഷം നമ്മൾ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് അവിടുന്ന് കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ നമ്മൾ നൃത്ത അറയിലേക്ക് നോക്കിയാൽ കിടാവിളക്ക് ഇരുന്ന് ഇങ്ങനെ കത്തുന്ന കാണാം. അപ്പോൾ അവിടെ നമ്മുടെ കണ്ണൻ, ഒരു ഉണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ അതുമായി പിന്നെ ആ മണിക്കിണറൊക്കെ കണ്ട് തൊഴുത് നമ്മളവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും അതേപോലെ മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് വടക്കേ നടയിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോരാം. ഭഗവതിയുടെ അവിടെ വരുമ്പോഴൊക്കെ തിരക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ വരാം. അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഭഗവതിയുടെ അവിടെ നിന്ന് എന്താ വെച്ചാൽ നന്നായിട്ട് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് നല്ല വലിയ ഒരു നന്നായിട്ടുള്ള മുഖം, ചെറിയ രൂപമാണെങ്കിലും നന്നായിട്ട് അലങ്കാരം നന്നായിട്ടുണ്ട്. നല്ല രസമായിട്ടാണ് അമ്മ കാത്തിരിക്കുന്നത് ഭക്തരെ അനുഗ്രഹിക്കാൻ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അമ്മേനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ ആ ഒരു പ്രതീതിയാവും. അത് കഴിഞ്ഞ് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിയെ ഒന്നുകൂടി കാണാം. എന്നിട്ട് നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടെ വരെ ആ വലിയ വിളക്കിലിങ്ങനെ ദീപം കത്തി നിൽക്കുന്നുണ്ട്, കിടാവിളക്ക്. അവിടെ കണ്ട് തൊഴുത്
അയ്യപ്പൻ്റെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ അവിടെ ഇങ്ങനെ അധികം തിരക്കൊന്നുമില്ല. എന്താ വെച്ചാൽ ചോറൂണിനൊക്കെ കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പോൾ അത് അവിടെ വേറെ ആളുകളും ഒന്നും അധികം വരാത്ത കാരണം വലിയ തിരക്കൊന്നുമില്ല. അവിടെ നമുക്ക് അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം. അങ്ങനെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. മുഖത്തൊക്കെ അങ്ങനെ മുഴുവനായിട്ടുള്ള അലങ്കാരമില്ല, എന്നാലും കുറച്ചൊക്കെ അങ്ങനെ ആയിട്ടുണ്ട്. ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കിരീടം വെച്ചിട്ടുണ്ട്, വലിയ മാല വെച്ചിട്ടുണ്ട്, സ്വർണത്തിൻ്റെ മാല വെച്ചിട്ടുണ്ട്, അതേപോലെ കാതിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരിക. അങ്ങനെ പ്രദക്ഷിണമായിട്ട് വന്ന പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. പിന്നെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്നു. അങ്ങനെ ലക്ഷ്മി ആളിൻ്റെ അധീന രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ വരുമ്പോൾ അതിൻ്റെ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ ഒന്നുകൂടി കണ്ട് തൊഴാം. പിന്നെ നേരെ നാരായണാലയത്തിൽ പോയിട്ട് ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് തൊഴാം. അവിടെ ധാരാളം ഭക്തകൾ അവിടെ പ്രാർത്ഥന ചെയ്യണം. നന്നായിട്ട് ഒരുപാട് പേരുണ്ട്. അവരങ്ങനെ സഹസ്രനാമം ജപിക്കണു, പ്രാർത്ഥനകൾ ഓരോന്ന് ചെല്ലുന്നു, അതൊക്കെ നമുക്ക് കാണാം. അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മളിങ്ങനെ വരുമ്പോൾ ദേവിയുടെ അവിടെ ഒന്നുകൂടി വന്ന് തൊഴാം. പിന്നീട് ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി ആ വിളക്കൊക്കെ ഒന്ന് നന്നായിട്ട് കണ്ട് അത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ, ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനെ ഒന്നുകൂടി മനസ്സിൽ സ്മരിച്ച് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ തെക്കേ നടയിലേക്ക് വരാം. ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ വരാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവിനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ലതി, ആയില്യം, അതേപോലെ ഒരു സുബ്രഹ്മണ്യൻ, അവർക്കൊക്കെ അസുഖങ്ങൾ മാറാനും ഒക്കെയാണ്. പിന്നെ ഒരു അജയൻ മൂലം, അവരുടെയും അസുഖം, അവർക്ക് ക്യാൻസറിൻ്റെ അസുഖമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.